തിരുവനന്തപുരത്തിന്റെ വടക്കൻ തീരത്ത് പെരുമാതുറയ്ക്കും താഴമ്പള്ളിക്കുമിടയിൽ അഞ്ചുതെങ്ങ് കായലും കഠിനംകുളം കായലും കടലുമായി ചേരുന്ന പൊഴിയാണ് മുതലപ്പൊഴി. നൂറ്റാണ്ടുകളായി കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കടലോര മനുഷ്യരുടെ നാട്. എന്നാൽ മാറിവരുന്ന കാലാവസ്ഥയും വികസന പദ്ധതികളും അശാസ്ത്രീയമായ തീരപരിപാലനവുമെല്ലാം മുതലപ്പൊഴിയെ മരണപ്പൊഴിയാക്കി മാറ്റി. സമീപകാലങ്ങളിൽ കടലിൽ വെച്ച് ജീവനറ്റുപോയ മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണത്തിന് കയ്യും കണക്കുമില്ല. എന്നിട്ടും കടലിൽ പോകുന്നവരുടെ എണ്ണത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. കടലിൽ നിന്ന് കൊണ്ടും കൊടുത്തും ജീവിച്ചവരുടെ തലമുറയ്ക്ക് കടലില്ലാത്തൊരു ജീവിതം സാധ്യമേയല്ല. എല്ലാ പ്രതിസന്ധികളോടും പോരാടി ജീവിക്കാൻ വേണ്ടി മുതലപ്പൊഴിക്കാർ കടമെടുത്ത് കടലിൽ വള്ളമിറക്കി. എന്നാൽ ഇന്നിപ്പോൾ അതും സാധ്യമാകാതായിരിക്കുന്നു. ടൺ കണക്കിന് മണൽ വന്ന് നിറഞ്ഞ് മുതലപ്പൊഴിയുടെ തീരം ഒരു മൈതാനമായിരിക്കുന്നു. വള്ളങ്ങൾ കടലിലിറക്കാൻ ഒരു നിവൃത്തിയുമില്ല. അഴിമുഖം മണൽ മൂടിയതിനാൽ ഹാർബർ കൊല്ലത്തേക്ക് മാറ്റാനാണ് സർക്കാർ നീക്കം. തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് പറിച്ചു നടാനുള്ള നീക്കം ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 20,000-ലേറെ വരുന്ന മത്സ്യത്തൊഴിലാളികളെ മുതലപ്പൊഴിയിൽ നിന്ന് എങ്ങനെ മാറ്റാനാവുമെന്ന് സമരസമിതിയുടെ ചോദ്യമാണ്. കേരളം മുച്ചൂടം മുങ്ങിയ പ്രളയകാലത്ത് ജനരക്ഷയ്ക്കായി പാഞ്ഞെത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് നാം മനസ്സറിഞ്ഞിട്ട പേരാണ് കേരളത്തിന്റെ സൈന്യമെന്ന്. നിലവിളികൾ ഉയർന്ന വീടുകളിലേക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ചെറുവള്ളങ്ങളും ബോട്ടുകളുമായി എത്തി രക്ഷാപ്രവർത്തനം നടത്തിയവരാണവർ. ഇന്ന് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ കൈമലർത്തുകയല്ല ഭരണകൂടവും ജനങ്ങളും ചെയ്യേണ്ടത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളിലേക്കാണ് ഇന്ന് ന്യൂസ് ബസ് ക്യാമറ തിരിക്കുന്നത്.